ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൊഞ്ച് ബിരിയാണിയാണ്. കൊഞ്ച് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ കൊഞ്ച് ആദ്യം തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മസാലയൊക്കെ ഇട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് മസാലയൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കിനി ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്ത് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്ലൈസ് ചെയ്തിട്ടുള്ള സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 6 സവാളയും 3-4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് തന്നെ വാട്ടിയെടുക്കണം. ഈ ഒരു ബ്രൗൺ കളറാകുന്നവർ ഇത് വാട്ടിയെടുക്കണം. അതിനുശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനൊരു 4 തക്കാളി അരിഞ്ഞതാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള പ്രോൺസും കൂടി ഇട്ട് നന്നായിട്ട് തന്നെ ഇതിനെ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസിനുള്ള പരിപാടികൾ നോക്കാം. അതിനായിട്ട് ഓയിലും നെയ്യും ഒഴിച്ചെടുത്ത് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബെരീഫ് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ റൈസ് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുക. 2 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ആ ഒരളവിനാണ് എടുത്തിട്ടുള്ളത്. റൈസ് റെഡി ആയതിനു ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മസാലയിലേക്ക് ഈ റൈസ് ഇട്ട് കൊടുക്കാം. കൊഞ്ച് ബിരിയാണി ഉണ്ടാക്കാൻ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും ബൈ.